സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുകയാണ്. 180 രൂപ വരെയാണ് 1 കിലോ കോഴിയുടെ വില. കാലാവസ്ഥാ വ്യതിയാനവും തീറ്റയുടെ വരവ് കുറഞ്ഞതുമാണ് കോഴിവിലയിൽ പ്രതിഫലിച്ചത്. നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പുതിയ സർക്കാർ പരിഗണിക്കണമെന്ന് ഇറച്ചിക്കോഴി കർഷകരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിയുടെ വില കുതിച്ചുയരുകയാണ്. എറണാകുളം ജില്ലയിൽ തന്നെ പലയിടത്തും 180 രൂപയ്ക്ക് മുകളിലാണ് 1 കിലോ ഇറച്ചിക്കോഴിക്ക് നൽകേണ്ടത്. കഴിഞ്ഞ മാസം 140 രൂപ വരെ എത്തിയ കോഴിവിലയാണ് 200-ന് അടുത്തേക്ക് എത്തി നിൽക്കുന്നത്. മൊത്തക്കച്ചവടക്കാരാണ് കോഴിയുടെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില കൂടിയാലും കുറഞ്ഞാലും കാര്യമായ നേട്ടം ചില്ലറ വിൽപ്പനക്കാർക്ക് ഉണ്ടാകില്ല. കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്ന് ഓൾ കേരള പോൾട്രി ഫാർമേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് സമിതി പറയുന്നു. അപ്പോൾ ഈ കഠിനമായ ചൂടുകൊണ്ട് കേരളത്തെക്കാളും അധിക ചൂടാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ തള്ളക്കോഴി മുട്ട ഇതിൻ്റെ കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടയുന്ന ആ മുട്ടയിടുന്ന തള്ളക്കോഴികൾ ക്രമാതീതമായിട്ട് ചത്തുപോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മുട്ട കിട്ടാനില്ല. അപ്പോൾ കുഞ്ഞ് ടൈറ്റായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വില കൂടാനുള്ള കാരണം. സത്യത്തിൽ ഈ കോഴിക്ക് വില കൂടിയോണ്ട് കർഷകർക്ക് വലിയ മെച്ചമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ക്രമാതീതമായി കൂടിയിരിക്കുകയാണ്. നികുതി കുറയ്ക്കുന്ന ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ പുതിയ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിൽ ഒരു ഫാം നടത്താനായിട്ട് അതിഭയങ്കര ബുദ്ധിമുട്ടാണ്. കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ കോഴിക്കൂടിന് നികുതിയോ മറ്റു കാര്യങ്ങളില്ല. ഇവിടെ കോഴിക്കൂടിന് അമിത നികുതിയാണ് ഈടാക്കുന്നത്. ലക്ഷറി ടാക്സാണ്. അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും ഒരു കോഴിക്കൂട് പണിയാണെങ്കിൽ എവിടെന്നെങ്കിലും ഒരാളൊരു കംപ്ലയിൻറ്റ് കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കോഴിക്കൂട് അടച്ചു പൂട്ടുന്ന സ്ഥിതിയാണ്. അതുപോലെ തന്നെ അമിത നികുതി ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് അവസാനിപ്പിക്കണം. പാചകവാതക വില വർദ്ധിച്ചതോടെ ചായ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഹോട്ടൽ ഉടമകൾ നേരിയ തോതിൽ വില വർദ്ധിപ്പിച്ചിരുന്നു. ഇറച്ചി വില കൂടിയതോടെ ബിരിയാണി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി.